നമ്മുടെ അമലുകൾക്ക് അല്ലാഹു സ്വീകാര്യം നൽകട്ടെ. പക്ഷെ ഇന്നും സമ്പത്തുണ്ടായിട്ടും അനുഗ്രഹങ്ങൾ ധാരാളം ഉണ്ടായിട്ടും വലിയ സുന്നികളായി ജീവിക്കുന്ന ആളുകൾക്ക് പോലും ഈ പരിശുദ്ധമായ മഖാമിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ, ഒരുപാട് ഉലമാക്കൾ, ഒരുപാട് ഉമറാക്കൾ റിഫായി റാത്തീബും ദഫ് റാത്തീബും മൗലിദും ഒക്കെ ഓതി ജീവിതം മുഴുവനും റിഫായി ശൈഖിന് വേണ്ടിയും ബഹുമാനപ്പെട്ട ഔസലാദ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹത്തുക്കൾക്ക് വേണ്ടിയും ഒക്കെ ജീവിതം ഹോമിച്ചു വെച്ച ആളുകൾക്ക് പോലും ഇവിടെ വന്ന് എത്തിപ്പെടാൻ, ഇവരുടെ ചാരത്ത് വന്നുകൊണ്ടെന്ന് സലാം പറയാനുള്ള അവസരം കിട്ടാത്ത എത്രയോ ആലിമീങ്ങളുണ്ട്. മരണപ്പെട്ടുപോയവർ അല്ലാഹുവിற்கு മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന എത്രയോ സാലിഹീങ്ങളുണ്ട്, അല്ലാഹുവിற்கு എത്തിപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അവരിൽ നിന്ന് വിഭിന്നമായി അല്ലാഹു നമ്മളെ ഇവിടെ എത്തിച്ചെങ്കിൽ അത് വലിയ തൗഫീഖാണ്. അൽഹംദുലില്ലാഹ്. ഒരു അൽഹംദുലില്ലാഹ് പറയും. നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ഈ മഹാനുഭാവന്റെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഇന്നും ഒരുപാട് ആളുകൾ ബഗ്ദാദിൽ വന്നിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്, ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. പക്ഷേ ഇങ്ങോട്ട് എത്തുക വളരെ ദൂരം കൂടുതലുള്ളത് കൊണ്ട് അവരൊന്നും വരുന്നില്ല. കിലോമീറ്റർ കണക്കാക്കുമ്പോൾ ഇങ്ങോട്ട് പോകാൻ പ്രയാസമാണ്. ഞാൻ ഇന്നലെ ഒന്നും നിങ്ങളോട് ഇങ്ങോട്ടുള്ള കിലോമീറ്റർ പറഞ്ഞില്ല. പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ നൗസാദെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞെങ്കിലോ എന്ന് ആശങ്കപ്പെട്ടിട്ടാണ് മിണ്ടാതിരുന്നത്. ഇവിടം വരെ എത്തിപ്പെടുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നോക്കൂ, നിങ്ങൾ പരിശുദ്ധമായ ഈ നാട്ടിൽ നിന്ന് റിഫായിയ സ്ട്രീറ്റ് എന്നാണ് ഇന്ന് ഈ നാടിന് അറിയപ്പെടുന്നത്, ബഹുമാനപ്പെട്ടവരുള്ളത് കൊണ്ട്. മുഹമ്മദ് എന്നറിയപ്പെടുന്ന ഈ നാട്ടിൽ നിന്ന്, ഇറാഖിന്റെ ഈ നഗരത്തിൽ നിന്ന് അന്ന് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റൗദയിലേക്ക് ചെന്നുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പാടുകയാണ്. ഞാൻ പലപ്പോഴും തങ്ങളുടെ അടുക്കലേക്ക്, നബിയെ തങ്ങളുടെ ഈ ഹദ്റത്തിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞു വിടാറുണ്ട്, തങ്ങൾക്ക് സലാം നൽകിക്കൊണ്ട്. ഇന്നിതാ ഈ പാവപ്പെട്ടതാകുന്ന ഫഖീറായ തങ്ങളിലേക്ക് ഏറ്റവും വലിയ ആവശ്യക്കാരനാകുന്ന അഹമ്മദുൽ കബീർ ഇതാ തങ്ങളിലേക്ക് നേരിട്ട് വന്നിരിക്കുകയാണ്, എൻ്റെ ജസദോടുകൂടി, എൻ്റെ ശരീരത്തോടുകൂടി. അതുകൊണ്ട് ഈ പാവപ്പെട്ടവന് അവിടുത്തെ കൈയൊന്ന് ചുംബിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, തങ്ങളൊന്ന് കൈയൊന്ന് നീട്ടിത്തന്നാലും എന്ന് പറഞ്ഞ് പ്രവാചക അനുരാഗത്താൽ ബഹുമാനപ്പെട്ടവർ റൗദയുടെ മുന്നിൽ നിന്ന് പാടി. തൽക്ഷണം റൗദയുടേതാകുന്ന ചങ്ങലകൾ പൊട്ടിത്തെറിച്ചു. ചരിത്രമാണിത്, ഞാൻ എൻ്റെ വാക്ക് പറയല്ല, ഇത് സുന്നികൾ മാത്രം പറയുന്നതല്ല. നമ്മുടെ കേരളക്കരയിലുള്ള വിദേഹത്തിൻ്റെ ആളുകൾ ഇവിടെ ചോദിക്കുന്ന എല്ലാവരും സമ്മതിക്കുന്ന ചരിത്രമാണ്. ഇന്ന് പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലഘട്ടം, സത്യം പറയുന്നവരെ ജയിലടയ്ക്കുന്ന കാലഘട്ടമാണിത്. സത്യം പറയുന്നവരുടെ കാര്യങ്ങളെല്ലാം അപതാളത്തിലാണ്. ഇത് സത്യമാണ്, ചരിത്രമാണിത്, ചരിത്രത്തിലുള്ള വസ്തുതയാണ്. ഇതാർക്കും വളച്ചൊടിക്കാൻ പറ്റൂല. നടന്ന സംഭവം ബഹുമാനപ്പെട്ടതാകുന്ന അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഈ ബൈത്തങ്ങോട് പാടി നിർത്തുമ്പോൾ റൗദയുടെ ചങ്ങലകൾ പൊട്ടിത്തെറിക്കുന്നു, റൗദയുടെ വാതിൽ തുറക്കുന്നു. ഒരു കൈ പരിശുദ്ധമാക്കപ്പെട്ട റൗദയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആരുടെ കൈ? അഷ്റഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ടവർ ആ കൈ ചുംബിച്ച് വളരെ സന്തോഷത്തോടെ സായുജ്യമണിയുന്നു. ആ കൈ അപ്പോൾ തന്നെ മടങ്ങുന്നു. ഇത് ചരിത്രമാണ്. ഇത് അടയാളപ്പെടുത്താത്ത ഗ്രന്ഥങ്ങളില്ല, കിതാബുകളില്ല. ലോകം അംഗീകരിച്ച വസ്തുതയാണ്. ലോകത്ത് ഒരാൾക്ക് വേണ്ടി കൈ നീട്ടിക്കൊടുത്ത് ഇതേപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ കിടക്കുന്നതാകുന്ന വ്യക്തിത്വത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊരു സാദാസീത മനുഷ്യനല്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഞാനിത് പറയുന്നത്. പ്രവാചകരുടെ പേരക്കുട്ടിയാണ്, അവിടുത്തെ പ്രിയപ്പെട്ടതാകുന്ന പേരക്കുട്ടിയാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഔലിയാക്കളുടെ നേതൃത്വം, അവരുടെ ചാരത്തിൽ എത്താൻ തന്നെ നമുക്ക് തൗഫീഖ് കിട്ടിയത് വലിയ നേട്ടം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. യാക്കൂബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ പറയാൻ, ഒരിക്കൽ രാത്രി സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത് ഞാൻ വരുമ്പോൾ ഒന്നുവെടുത്തിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ കൈ ഇങ്ങനെ നീട്ടി നിൽക്കാൻ. അപ്പോൾ ഞാനോർക്കും കൈ പോയി ചുംബിക്കാമല്ലോ എന്ന് കരുതി പതുക്കെ കൈ പിടിച്ച് താത്തിയിട്ടൊന്ന് ചുംബനം കൊടുത്തു. ശിഷ്യനാണ് യാക്കൂബ് എന്ന് പറയുന്നവർ. അപ്പോൾ യാക്കൂബിനോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അത്രേ, യാക്കൂബ് എന്തിനാ നീ എന്നെ തശ്വീഷാക്കിയല്ലോ, നീ എന്തിനാ പ്രയാസപ്പെടുത്തിയത്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു, ഞാൻ ഒന്നുവെടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു കൊതുക് വന്ന് എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് രക്തം കുടിക്കരുത്, ചോര കുടിക്കുക. അപ്പോൾ അതിൻ്റേതാകുന്ന ആഹാരം റബ്ബ് കണക്കാക്കിയത് എൻ്റെ കൈകളിലാണെങ്കിൽ തണുത്തുറച്ചതാകുന്ന രാവിൽ എൻ്റെ കയ്യിൽ വന്നിരുന്നുകൊണ്ട് കുടിക്കുന്നതാകുന്ന ആ ചോര കുടിക്കുന്നതാകുന്ന കൊതുകിനെ നീ എന്തിന് പ്രയാസപ്പെടുത്തി എന്ന് ചോദിച്ച് ശിഷ്യനോട് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളോട് മാത്രമല്ല, കള്ളനെന്ന മനുഷ്യരോട് മാത്രമല്ല, ചെറിയതാകുന്ന പ്രാണികളോട് വരെ കാരുണ്യം വെച്ച് പുലർത്തിയ വ്യക്തി മഹാനാകുന്ന അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ചരിത്രം പറയാനാണെങ്കിൽ ഇന്നൊന്നും തീരൂല, ഒരുപാട് പറയാനുണ്ട്. അവരെക്കുറിച്ച് പറഞ്ഞാൽ അത് തീരാത്ത കഥകളാണ്, ഒരുപാട് സംഭവങ്ങളാണ്. അല്ലാഹു മഹാന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി.